ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്നും കടൽ കൊള്ള നടത്തുമെന്നും ഭീഷണിപ്പെടുത്തി ഗൾഫ് രാജ്യങ്ങളെ മുഴുവൻ വിരൽത്തുമ്പിൽ നിർത്താമെന്നായിരുന്നു ഇറാന്റെ വ്യാമോഹം. എന്നാൽ ഇറാന്റെ ആ സ്വപ്നങ്ങൾക്ക് മേൽ വലിയൊരു പാര പണിയുകയാണ് കുവൈറ്റും മറ്റ് ഗൾഫ് രാജ്യങ്ങളും. കടൽ വഴി ചരക്ക് കൊണ്ടുപോകാൻ സമ്മതിച്ചില്ലെങ്കിൽ കരയിലൂടെ ഞങ്ങൾ അത് കൊണ്ടുപോകുമെന്ന കുവൈറ്റിന്റെ മിന്നൽ നീക്കത്തിൽ ഹോർമൂസിൽ ശരിക്കും നോക്കുകുത്തിയായിരിക്കുകയാണ് ഇറാൻ. ഹോർമൂസ് കടലിടുക്കിലും ചെങ്കടലിലും ഇറാന്റെ പ്രോക്സികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം ഗൾഫ് രാജ്യങ്ങളുടെ ചരക്ക് നീക്കവും എണ്ണ കയറ്റുമതിയും വലിയ പ്രതിസന്ധിയിലായിരുന്നു. ഹോർമൂസ് വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടതോടെ രാജ്യത്തിന്റെ എണ്ണ കയറ്റുമതി പൂർണ്ണമായും നിലച്ചുവെന്ന് കുവൈറ്റ് എണ്ണ മന്ത്രി താരിഖ് അൽ റൂമി തന്നെ വ്യക്തമാക്കിയതാണ്. സൗദി അറേബ്യയ്ക്കും UAE-ക്കും എണ്ണ കയറ്റുമതി ചെയ്യാൻ മറ്റ് പൈപ്പ് ലൈനുകളും സമുദ്രതീരങ്ങളുമുണ്ട്. എന്നാൽ കുവൈറ്റിന് അങ്ങനെ ഒരു ബദൽ മാർഗം ഇല്ലായിരുന്നു. ഇതോടെയാണ് ഹോർമൂസിനെ പൂർണ്ണമായും ഒഴിവാക്കി ഒമാൻ കടലിടുക്കിലുള്ള തുറമുഖങ്ങളെ ആശ്രയിക്കാൻ കുവൈറ്റ് തീരുമാനിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇറാൻ വാതിലടച്ചാൽ ജനലിലൂടെ സാധനം കൊണ്ടുവരാനുള്ള ഗൾഫ് രാജ്യങ്ങളുടെ പുതിയ ഒരു മാസ്റ്റർ പ്ലാനാണിത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ ഇടനാഴിയായി മാറുന്നത് UAE-യിലെ ഫുജൈറ തുറമുഖമാണ്. ഹോർമൂസ് കടലിടുക്കിന് പുറത്താണ് ഫുജൈറ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ആഗോള കപ്പൽ പാതയുമായി ഇതിന് നേരിട്ട് ബന്ധപ്പെടാം. അവിടെ എത്തുന്ന ചരക്കുകൾ റോഡ്, റെയിൽ മാർഗങ്ങളിലൂടെ കുവൈറ്റിൽ എത്തിക്കാനാണ് നീക്കം. അതായത് കടലിന് പകരമുള്ള ഒരു വലിയ ലാൻഡ് ബ്രിഡ്ജ് എന്ന് തന്നെ പറയാം. ഇതിനു പുറമെ സൗദി അറേബ്യയുമായും മറ്റു ഗൾഫ് രാജ്യങ്ങളുമായും പൈപ്പ് ലൈൻ സ്ഥാപിക്കാനും കുവൈറ്റ് ചർച്ചകൾ നടത്തുന്നുണ്ട്. പുതിയ കണ്ടെയ്നർ ടെർമിനലുകൾ വികസിപ്പിക്കാൻ DP വേൾഡുമായി ഫുജൈറ പോർട്ട് അതോറിറ്റി ഇതിനോടകം തന്നെ ധാരണയിലായിട്ടുണ്ട്. കരമാർഗമുള്ള ഈ പുതിയ ഗതാഗതത്തിന് ചിലവും സമയവും അല്പം കൂടുതലായിരിക്കും എന്നൊരു പ്രശ്നമുണ്ട്. പക്ഷേ ട്രക്ക്, റെയിൽ, കസ്റ്റംസ് പരിശോധനകൾ എന്നിവയ്ക്കായി പണം മുടക്കേണ്ടി വരും എന്നുള്ളതും ഒരു കാര്യം തന്നെയാണ്. എങ്കിലും ഇറാന്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഈ ബദൽ മാർഗമെന്ന് കുവൈറ്റ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പ്രതിസന്ധി സമയത്ത് ഗൾഫിന്റെ വാണിജ്യ ശൃംഖല നിലനിർത്താനുള്ള ഒരു എമർജൻസി കോറിഡോറായി ഫുജൈറ മാറുകയാണ്. ഇറാന്റെ വിലപേശൽ രാഷ്ട്രീയത്തിന് ഗൾഫ് രാജ്യങ്ങൾ നൽകുന്ന ഏറ്റവും കൃത്യമായ മറുപടി കൂടിയാണ്.